എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പീഡന കഥയല്ല, ഒരുപാട് പീഡന കഥകൾ ഇങ്ങനെ തലപൊക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പുതുമയില്ലാതായി വരുന്നിരിക്കുകയാണ്. മുമ്പൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത്ഭുതം തോന്നുമായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ഒന്നും അല്ല, 10 പോലും അല്ല, അതിലേറെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ കേരളത്തിനുള്ളിലാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്തം വിട്ടു പോവുകയാണ്. എന്തായാലും ഈ പീഡിപ്പിക്കുന്നവന്മാർക്ക് പ്രായം പോലും ഒരു പ്രശ്നമല്ലാതായി തീർന്നിരിക്കുകയാണ്. മുതുകിളവന്മാർ വരെ കുഞ്ഞു കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തല്ലേ? അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം ഈ മുതുകിളവന്മാർ വരെ മൊബൈൽ ഫോണിൽ അശ്ലീലവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരുന്നിട്ട് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളാണ്. കാരണം ഈ മുതുകിളവന്മാർ എന്നും ഈ പറയുന്ന കണക്ക് അവരവരുടെ വീട്ടിലെ ചിലപ്പോൾ മുതുക്കികളൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കേടുകളാണ് ഈ കിളവന്മാരിങ്ങനെയൊക്കെ ചെയ്ത് തീർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇവിടെ ഈ ഒരു കിളവൻ്റെ വാർത്ത നമുക്ക് കേട്ടിട്ട് വരാം. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മന്ത്രവാദി അറസ്റ്റിലായിരിക്കുന്നു. തളങ്ങാൽ എന്ന് വിളിക്കുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് നൂർനാട് പോലീസിന്റെ പിടിയിലായത്. സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ഇതാണ് ആ പാർട്ടക്കളവൻ. എന്താണ് ഈ സംഭവം? എന്താണ് മന്ത്രവാദി ഇവനാണ് ആ തന്തയില്ലാത്ത മോൻ. കണ്ടില്ലേ? നാണം കെട്ടവൻ. 9 കേസുകളാണ്. ആ കേസിൽ 9 പ്രതികൾ ഇതിൽ അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആലപ്പുഴ നൂർനാട് പോലീസിനെ കൈമാറുകയും ചെയ്ത ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേളയിൽ രക്ഷിതാക്കൾ പഠനത്തിൽ പിന്നോക്കം പോയ പെൺകുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ മതപരമായ കാര്യങ്ങൾ ഇടപെടുന്ന ആളുടെ സഹായം തേടിയാണ് ഇദ്ദേഹത്തിന്റെ ബദർസമന്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ സമയത്ത് മോശം ഉദ്ദേശത്തോടു കൂടി ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി നൽകിയ. അതായത് ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു മന്ത്രവാദിയാണ്. ഇയാളുടെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോയത് എന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി പഠിത്തത്തിൽ കുറച്ച് മോശം പോയപ്പോഴത്തേക്ക് കുട്ടിയുടെ വീട്ടുകാർ അതിനു വേണ്ടിയിട്ട് ഈ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഈ മന്ത്രവാദി കുട്ടിയെ വളരെ അപമര്യാദയായിട്ട് കുട്ടിയുടെ ദേഹത്ത് തൊട്ടു എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ഈ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയ മാതാപിതാക്കൾക്കും 2 പൊട്ടീരിൻ്റെ നല്ല കുറവുണ്ട്. മക്കൾ പഠിക്കാതാവുമ്പോഴത്തേക്ക് നമ്മൾ മന്ത്രവാദിയുടെ അടുത്താണോ കൊണ്ടുപോവേണ്ടത്? എന്ത് മനുഷ്യരാ ഇതൊക്കെ! ശരിക്കും പറയുകയാണെങ്കിൽ ആ കുട്ടിയെ ആദ്യമായിട്ടൊരു മനുഷ്യൻ അനാവശ്യമായിട്ട് ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോവേണ്ടത് മന്ത്രവാദിയുടെ അടുത്തല്ല. ഫസ്റ്റ് അവരുടെ സ്കൂളിൽ ചെല്ലുക, ടീച്ചർമാരോട് കാര്യം തിരക്കുക, കുട്ടി പുറകിലോട്ടാണ്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണം അവരോട്. അതുമാത്രമല്ല, ട്യൂഷൻ സെൻറ്ററിൽ വിടുന്ന കുട്ടിയാണെങ്കിൽ അവിടെയും അറിയിക്കുക. ഇനി ട്യൂഷൻ സെൻറ്ററിൽ അഥവാ പോവാത്ത കുട്ടിയാണെങ്കിൽ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിട്ട് ടീച്ചേഴ്സിനോട് ആവശ്യപ്പെടുക. എന്നിട്ടും ഈ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ പോയി മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. കുട്ടിയെ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് വരും. ചില കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇതുപോലെ കൗൺസിലിംഗ് സെൻറ്ററുകൾ ആയിട്ടില്ലെങ്കിൽ പോലും കൗൺസിലിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ആഴ്ച തോറും. അതായത് ചില കോളേജുകളിൽ, എൻ്റെ മകൾ പഠിച്ച കോളേജിലൊക്കെ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. മകൾ ഫസ്റ്റ് ഇയർ വരെ പോയിട്ടുള്ളെങ്കിലും ആ കോളേജിൽ ഇതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ആഴ്ചയിൽ 1 ദിവസം കൗൺസിലിംഗ് ചെയ്യാൻ ആൾ വരും. അപ്പോൾ അതിന് താല്പര്യമുള്ള കുട്ടികളൊക്കെ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനി പഠിത്തത്തിലുള്ള പ്രശ്നമാണെങ്കിലും, ഇനി പ്രണയത്തിലകപ്പെട്ടിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും, വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഇനി എന്ത് അടിസ്ഥാനത്തിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെങ്കിലും, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടെൻഷനോ ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കോ അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടേക്ക് ചെല്ലാം. അവരെ കൗൺസിലിംഗ് ചെയ്യാനുള്ള
സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അതീവ രഹസ്യങ്ങളായിരിക്കും. അത് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരു കാരണവശാലും, കൗൺസിലർ ഇത് ഒരു കാരണവശാലും ടീച്ചർമാരോട് പോലും കൈമാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഞാനിത് ഈ ഒരു വിവരം ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. അത് പക്ഷേ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അതിനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷെ അതങ്ങനെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ വിഡ്ഢികളായ മാതാപിതാക്കൾ ഈ ഒരു വൃത്തികെട്ട ഈ ഒരു പീഡന വീരൻ്റെ മുന്നിൽ കുഞ്ഞിനെ എത്തിക്കുന്നതിന് പകരം ആ കുട്ടിയെ വല്ല കൗൺസിലറേയും കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, കുട്ടിയുടെ ടെൻഷൻ മാറി കുട്ടി പഠിത്തത്തിലേക്ക് തിരിച്ചു വന്നേനെ. പകരം ഇതിപ്പോൾ അവൾക്ക് എത്തിയതുണ്ടല്ലോ, അവളുടെ മുന്നിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാനാവാത്ത ദിനങ്ങൾ, പേടിപ്പിക്കുന്ന ഒരു ദിവസമാണ് ആ കുട്ടിക്ക്. ആ ഒരു ദിവസം പ്രത്യേകം അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ ആ കുഞ്ഞ് പേടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് കൂടിയാണ്. മാതാപിതാക്കൾ അങ്ങനെ ചുമ്മാ കൈകഴുകി ഒഴിയാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ ഇനി ബാക്കി കേൾക്കാം കേട്ടോ. പരാതി ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ സംഭവമായത്. പിന്നീട് 2 വർഷങ്ങൾക്കുള്ളിൽ മറ്റ് 8 പേർ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നതാണ് പെൺകുട്ടി സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലൂടെ വെളിപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 4 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. അവരുടെ റിമാൻഡ് ആണ് നിലവിൽ ഉള്ളത്. അതിനുശേഷം ഈ കുട്ടിയെ ഈ കുട്ടിയെ അതിനുശേഷം 8 പേര് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താല്ലേ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഈ കുട്ടി ഇത് പാരൻസിനെ ഒരാൾ പീഡിപ്പിച്ചപ്പോൾ തന്നെ ഈ കുഞ്ഞിന് പറഞ്ഞുകൂടായിരുന്നോ വീട്ടുകാരോട്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയെന്ന് വെച്ചാൽ അവർ അന്ധവിശ്വാസികളാണെന്ന് തോന്നുന്നു. കാര്യം ആദ്യം ഫസ്റ്റ് ഈ കുട്ടി പഠിക്കുന്നില്ല എന്ന് കാണിച്ചിട്ട് ഈ കുട്ടിയെ ഒരു മന്ത്രവാദിക്ക് കൊണ്ടു കൊടുത്തു. പുള്ളിക്കാരൻ കുട്ടിയെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി. അതിനൊക്കെ ശേഷം കുട്ടിയുടെ മനസ്സ് ആ സമയത്തെ തകർന്നു പോയിരിക്കണം. അതിനുശേഷം കുട്ടിക്ക് ഇതുപോലെ മോശം അനുഭവം 1-2 പേരിൽ നിന്നല്ല 8 പേരോളം ഈ കുട്ടിക്കുണ്ടായി. അപ്പോഴും കുട്ടിക്ക് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു വീട്ടിൽ കുട്ടിക്ക് ഇതൊന്നും സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടാവണം. അപ്പോൾ എന്തായാലും ഇതിന് ഈ ഒരു തെറ്റിനെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കും നല്ലൊരു പങ്കുണ്ട്. കാര്യം കുട്ടികൾക്ക് വീട്ടിൽ എന്ന് സംസാരിക്കാനുള്ള, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കണം. അത് ഉണ്ടാവാത്തതിൻ്റെ സകല കേടുകളും ഉണ്ട് ഇത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഒരു തവണ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ തുറന്നു പറഞ്ഞില്ല. പിന്നെ ഈ ഇത്രയും 8 പേര് ഉപദ്രവിക്കാനായിട്ട് ചെല്ലുന്നത് വരെ ഈ കുട്ടി എന്താ മൗനം ഭജിച്ചത്? മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവന്മാരൊക്കെ കൊന്നുകളയുമെന്നൊക്കെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും വളരെ ലജ്ജിക്കുന്ന ഒരു വാർത്തയാണിത് കേട്ടോ. 9 പ്രതികളിൽ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തറിയുന്നത്? എങ്ങനെയാ? സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച കൗൺസിലിംഗിലാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട പീഡനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയത്. 5 വർഷ കാലയളവിൽ, അതായത് പെൺകുട്ടിക്ക് 11 വയസ്സ് പ്രായമുള്ള കാലയളവിലാണ് ആദ്യ പീഡനം. അതാണ് ബദർസമന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് പെൺകുട്ടി +1 കാലയളവിൽ പഠിക്കുമ്പോഴും +2 തലത്തിൽ പഠിക്കുമ്പോൾ അവസരത്തിലും സഹപാഠി അടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ സഹപാഠിയായ ഒരു പയ്യന് പെൺകുട്ടി തന്നെ അയച്ചു കൊടുത്ത സംഭവം ഉണ്ടായി. ഇത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് CW. അതെന്തൊരു പറച്ചിലാണ് ഈ പറയുന്നത്? പെൺകുട്ടി തന്നെ നഗ്നദൃശ്യങ്ങൾ സഹപാഠിക്ക് അയച്ചു കൊടുത്തു എന്നല്ലേ ഇപ്പം പറഞ്ഞത്? അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഒന്നുകൂടെ അതൊന്ന് വെച്ച് വരാവേ. വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് CWC കൂടി ഇടപെട്ട് പോലീസിൽ പരാതി. ഒരു നിമിഷം. പയ്യന് പെൺകുട്ടി തന്നെ അയച്ചു കൊടുത്ത സംഭവം ഉണ്ടായി. ഇത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെന്തൊരു പറച്ചിലിടോ? വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടത്. പെൺകുട്ടിയുടെ നഗ്നദൃശ്യം പെൺകുട്ടി തന്നെ സഹപാഠിക്ക് അയച്ചു കൊടുത്തു. വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടതെന്ന്. അപ്പോൾ ഒരു വെടിക്കുള്ള മരുന്ന് പെൺകുട്ടിയുടെ കയ്യിലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി ഇത് സ്വന്തമായിട്ട് എടുത്തിട്ട്
ഇതുപോലെ ഒരുപക്ഷെ കാമുകനായിരിക്കാം, ചിലപ്പോൾ ആ ഒരു രീതിയിൽ കരുതുന്ന ആളായിരിക്കാം. എന്തായാലും അയാൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് പണ്ടരണ്ട പറയുന്ന കണക്ക് ഇങ്ങനെ പലരും കുട്ടിയെ ചൂഷണം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് അതൊന്നും ഇല്ല, അതിലൊരു ആ ഒരു ചളിപ്പില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്തു തന്നെയാണെങ്കിലും കുട്ടിയെ ഈ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ച എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരേണ്ട ഒരു കുഞ്ഞു കുട്ടിയെ ഈ വിധത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നിയല്ലോ. എന്തു തന്നെയാണെങ്കിലും നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. എന്തായാലും നിങ്ങളെ എന്നും വെറുതെ വിടുന്നതിൽ ഒരു അർത്ഥമില്ലെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ദുഷ്ടന്മാർക്ക് തക്കതായ ശിക്ഷ കിട്ടിയേ തന്നെ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഈ മാതാപിതാക്കൾക്കും കിട്ടണം നല്ല ശിക്ഷ, നല്ല 2 അടിയെങ്കിലും കിട്ടണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ ഞാൻ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് പറയുകയാണ്. ഈ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് മനസ്സിലാക്കാതെ അവൾ ഈ പറയുന്ന കണക്ക് ആദ്യമായിട്ട് ഇവക്ക് ഈ ഒരു മന്ത്രവാദിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം ഈ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നീട് അവളുടെ മനസ്സ് എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. പിന്നീട് പലരിൽ നിന്നും ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് അവൾക്കതൊരു പുതുമയല്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം സഹപാഠിക്ക് ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് അവൾ തന്നെ അയച്ചു കൊടുത്തത്. എന്നിട്ട് അതിനെ ചൂഷണമെന്ന് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കുട്ടി സ്വയം എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇതുപോലുള്ള ചൂഷണങ്ങൾ നേരിട്ടു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്തായാലും കുട്ടിക്ക് വേണ്ട രീതിയിൽ നല്ല കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കട്ടെ. ഈ വൃത്തികേടുകൾ കാണിച്ചവന്മാരെ എല്ലാവരെയും നല്ല രീതിയിൽ ശിക്ഷിക്കണം. നല്ല രീതിയിൽ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് പാരൻസിനെ അറിയിക്കാൻ പറ്റിയില്ല, ടീച്ചർമാരെ അറിയിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ അടുത്ത് പറഞ്ഞിട്ടെങ്കിലും ആരെങ്കിലും അറിയിക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഒരു പീഡനമായപ്പോൾ അത് മറച്ചു വെച്ചത് കാരണമാണ് ഇപ്പോൾ 8-9 പീഡനങ്ങൾ നേരിടേണ്ടി വന്നത്. അത് 8-9 എന്ന് പറഞ്ഞെങ്കിലും അതിൽ ഒരെണ്ണം പീഡനമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം കുട്ടിയായിട്ട് പല ദൃശ്യങ്ങളും അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ പീഡനമാവും? പ്രായപൂർത്തി ആയില്ല എന്ന് കരുതിയിട്ട് കുട്ടിയുടെ കൂടി സമ്മതത്തോടു കൂടി നടക്കുന്ന കാര്യങ്ങളെ പീഡനം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ അതിന് നമ്മുടെ ഒരു നിയമസ്ഥിതി അനുസരിച്ച് പെൺകുട്ടി ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിനായാലും അല്ലാതെ ആണെങ്കിൽ പോലും പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെങ്കിൽ അതിനെ പീഡനം എന്ന് പറയും, അല്ലേ? അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ആ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടി ഇത്രയും പേര് പീഡിപ്പിച്ചിട്ടും ഈ കുട്ടി വീട്ടിൽ വരുമ്പോൾ, പഠിക്കാൻ പോയിട്ട് വീട്ടിൽ വരുന്ന കുട്ടിയുടെ ഭാഗത്തു നിന്നും അതിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതയും എന്തായാലും ഈ കുട്ടി ആദ്യ കാലഘട്ടങ്ങളിലെങ്കിലും കാണിച്ചിട്ടുണ്ടാവണം. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാതാവാണ് ഈ കുട്ടിക്കുള്ളതെങ്കിൽ അത് വളരെയധികം നാണക്കേട് തന്നെയാണ്. എല്ലാ അമ്മമാർക്കും അതൊരു നാണക്കേട് തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. കാരണം സ്വന്തം മക്കൾ അവർക്കൊരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരുന്ന സമയത്ത് അമ്മമാർക്ക് അതിൻ്റെ നോട്ടത്തിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കണം അത് എൻ്റെ കുട്ടിക്ക് എന്തോ വിഷമമുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് അതെന്താണെന്ന് അവളിൽ നിന്നും ചോദിച്ച്, അവളായാലും അവനായാലും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നോക്കണം. അതില്ലാത്തൊരു മാതാപിതാക്കളെ എന്തെന്ന് പറയാനാണ്, അല്ലേ? അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.